അർഹമുറഹീമായ കരുണയുള്ള ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും ന്യൂനതകളോ തെറ്റുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല അല്ലാ. കരുണക്കടലായ പടച്ചവനെ, നീ സ്നേഹിക്കുന്നവർ നീട്ടുന്നു കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് പണവോ അധികാരമോ സ്ഥാനമാനങ്ങളോ കൊട്ടാരങ്ങളോ ഒന്നും വേണ്ട. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളൊന്ന് പുറത്തു തന്നാ മതി റഹ്മാനെ. ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാവികളാണല്ലാ. ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റഹ്മാനെ. നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് പടച്ചവനെ. ഇത് ഞങ്ങളുടെ തൗബയാണ് റബ്ബേ, ഇത് ഞങ്ങളുടെ തൗബയാണ് റബ്ബേ. ഇവിടെ നിന്നിറങ്ങിപ്പോകുമ്പോൾ എല്ലാ പാപങ്ങളും പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മ ഇന്ന് പ്രസവിച്ച മക്കളെ പോലെ ഞങ്ങളെ ഇവിടെ നിന്ന് യാത്രയാക്കണേ തമ്പുരാനെ. പാപം പൊറുക്കാത്തവരായ നിലയിൽ ഒരാളെ പോലും നീ ഇവിടെ നിന്നിറക്കി വിടല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിൻ്റെ അകത്താണ് പടച്ചവനെ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൻ്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൻ്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. വീടിൻ്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് തമ്പുരാനെ. ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഞങ്ങളെ നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. കൂടെ കിടന്ന ഭാര്യ, കൂടെ കിടന്ന ഭർത്താവ് നോക്കി നോക്കി മടുത്തു, ഒന്നും മരിച്ചാ മതി എന്നാഗ്രഹിക്കല്ലേ അല്ലാ. സ്വന്തം മക്കള് വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് വരെ ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. ഈ കഷ്ടപ്പെട്ടു വളർത്തുന്നത് വെറുതെയാക്കല്ലേ പടച്ചവനെ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ പടച്ചവനെ. ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഖബറിൻ്റെ ചാരത്ത് വന്നു ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എപ്പോൾ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം നൽകണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇവിടത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഈ 12 മണി കഴിഞ്ഞിട്ടും ഈ സദസ്സിലിരുന്ന വാപ്പമാർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, നല്ല ജോലിയും നല്ല ജീവിതവും നൽകണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ മറക്കല്ല റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരായി ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ല റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗമീയ സഹോദരിമാർക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, മാസങ്ങളായി രാപ്പകലിൽ
കിടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ റബ്ബേ. ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, അവരുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഈ നാടിൻ്റെ വെളിച്ചമാക്കണേ അല്ലാ. ഇങ്ങനെ ഒരു മകനെ എനിക്ക് ലഭിച്ചല്ലോ എന്നോർത്ത് അവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ അല്ലാ. അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, ഈ മക്കളെ നീ കൈവിടല്ലേ നാഥാ. ഖുർആനിന്റെ തണൽ നീ ഇവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. അവിടുത്തെ സഹോദരന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, നിനക്കറിയാമല്ലാ, നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ലൈവായി കേൾക്കുന്ന നൂറുകണക്കിന് പാപങ്ങളുണ്ട് റബ്ബേ, അവരുടെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ലാ, അവരുടെ ജോലിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ, അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ എൻ്റെ പ്രിയ സുഹൃത്ത് ഇസ്മായിൽ ഖാസിമി, പടച്ചവനെ ഉപ്പാട മണ്ണറ മണിയറയാക്കണേ അല്ലാ, ഉമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്, പടച്ചവനെ നീ സഹായിക്കണേ അല്ലാ. എൻ്റെ കൂടെ വന്ന സുൽഫി എന്ന ചെറുപ്പക്കാരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവൻ്റെ പ്രയാസങ്ങൾ മുഴുവനും മാറ്റിക്കൊടുക്കണേ അല്ലാ. കരുണക്കടലായ പടച്ചവനെ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു, എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാരെ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ഞങ്ങളെ സ്വർഗത്തിലും കൂട്ടുകാരാക്കണേ അല്ലാ, സ്വർഗത്തിലും കൂട്ടുകാരാക്കണേ അല്ലാ. പടച്ചവനെ ഒരു സദക്ക ചോദിച്ചപ്പം 30 പേര് റബ്ബേ നീ മറക്കല്ലേ അല്ലാ. ഈ 30 പേരെയും തെരഞ്ഞെടുത്തത് നീയാ അല്ലാ. അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ നിനക്കറിയാ, നീ കൈവിടല്ലേ അല്ലാ. ഈ സ്വർണം തന്നവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്റെ സ്വർഗം നീ അവർക്ക് കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ എല്ലാ ശർറു മുസീബത്തുകളും മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണം തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ പടച്ചോനെ. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കൊണ്ടുവെക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈകളും മരിക്കുമ്പോഴും ഒരുത്തൻ്റെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തല്ലേ അല്ലാ. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ തരല്ലേ റബ്ബേ. അല്ലാഹുവേ നിന്റെ മുന്നിൽ ഞങ്ങൾ തലകുനിക്കും, ലോകത്തൊരുത്തൻ്റെ മുന്നിലും ഞങ്ങളുടെ തലതാഴ്ത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തണേ പടച്ചവനെ. അല്ലാഹുവേ എൻ്റെ മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീയല്ലാതെ ആരുമില്ല റബ്ബേ. നീ ഞങ്ങളുടെ രക്ഷിതാവാണല്ലോ അല്ലാ. ഞങ്ങളെ കൈവിടല്ലേ അല്ലാ, ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. അഹങ്കാരികളെ നശിപ്പിച്ച് കളഞ്ഞ റബ്ബേ, ബദരീങ്ങളെ സഹായിച്ച റബ്ബേ, അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത റബ്ബേ. അല്ലാഹുവേ ഇവർക്ക് നീ ഒരു പാഠം കൊടുക്കണേ തമ്പുരാനെ, ഇവരെ ശിഥിലമാക്കണേ തമ്പുരാനെ, ഇവരെ തകർക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രാജ്യത്ത് അല്ലാഹുവേ ഒത്തൊരുമ നൽകണേ അല്ലാ. പടച്ചവനെ ഇവിടത്തെ എല്ലാ പടച്ചവനെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പടച്ചവനെ ആ ഒത്തൊരുമ എന്നും നീ നിലനിർത്തണേ അല്ലാ. സൗഹാർദ്ദം നിലനിർത്തണേ അല്ലാ. അതിനിടയിൽ കടന്ന് ഈ രാജ്യത്തിന്റെ എല്ലാ തകർക്കാൻ ശ്രമിക്കുന്നവരെ നീ തകർത്ത് കളയണേ അല്ലാ.
പടച്ചവനെ മരണപ്പെട്ടുപോയ പാപങ്ങൾക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ, ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആരെല്ലാം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയോ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാ നീ ഭാഗ്യം നൽകണേ അല്ലാ. കരുണക്കടലായ പടച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഖബറിലാണ്, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അല്ലാ ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ റബ്ബേ നീ ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എൻ്റെ കൂടപ്പറപ്പുകൾ അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. എൻ്റെ ഭാര്യയെ നീ ഒരു സ്വാലിഹത്തായ ഭാര്യയാക്കണേ അല്ലാ. എൻ്റെ പൊന്നാര മക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. കരുണക്കടലായ പടച്ചവനെ ഈ ശബ്ദം നിലനിർത്തി തരണേ തമ്പുരാനെ. അഹങ്കാരം തരല്ലേ പടച്ചവനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. കരുണക്കടലായ അല്ലാ നീ പുറത്തു തരണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ. പടച്ചവനെ ഈ ദുആ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ. ആ പാപങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് സമാധാനം നൽകണേ അല്ലാ. അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. അവർക്ക് സന്തോഷം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം തരണേ അല്ലാ. ഈ നിന്ന കാല് സിറാത്തിൽ ഉറപ്പിക്കണേ അല്ലാ. ഈ നിന്ന കാല് സ്വർഗത്തിൽ ചവിട്ടാ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ ഈ ദുആ അവസാന ദുആക്കല്ലേ അല്ലാ. പടച്ചവനെ ഈ ദുആ അവസാന ദുആക്കല്ലേ അല്ലാ. ഈ മജ്ലിസ് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഒരുമിച്ച് കൂടൽ അവസാനത്തെ ഒരുമിച്ച് കൂട്ടലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാഥാ. പടച്ചവനെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപാട് പേര് പരിശ്രമിച്ചു. അല്ലാഹുവേ അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. اللهم رب ارحمهما كما ربياني صغيرا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.